ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക് ടു ഗ്രോ മലയാളം. 2024 ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ നമ്മൾ 327 IPOs ആണ് കണ്ടത്. അപ്പോൾ നമ്മൾ പോപ്പുലേഷനിൽ മാത്രമല്ല നമ്പർ 1, നമ്മൾ IPOന്റെ കാര്യത്തിൽ നമ്മൾ മുന്നിൽ തന്നെയുണ്ട്. ഇപ്പോൾ പാൻഡമിക്കിന് ശേഷമാണ് ആക്ച്വലി ഈ ഒരു ട്രെൻഡ് വന്നത്. ഇപ്പോൾ 2022 ഫൈനാൻഷ്യൽ ഇയറിൽ IPO വഴി കമ്പനികൾ 1,10,000 കോടിയിലധികമാണ് റേസ് ചെയ്തത്. അപ്പോൾ കഴിഞ്ഞ 3 വർഷത്തിൽ ഇന്ത്യൻ കമ്പനികൾ 2 ലക്ഷം കോടിയിലധികം IPO വഴി റേസ് ചെയ്തിട്ടുണ്ട്. അതായത് കോവിഡിന് മുന്നേയുള്ള വർഷങ്ങളായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ഇപ്പോൾ 200% കയറിയിട്ടുണ്ട്. ഇപ്പോൾ ഗ്ലോബൽ IPO ആക്ടിവിറ്റി ആക്ച്വലി സ്ലോ ഡൗൺ ആയപ്പോഴാണ് ഇത് വന്നത്. ഇപ്പോൾ ഒരു ഇൻസ്റ്റൻസ് പറയുകയാണെങ്കിൽ കഴിഞ്ഞ ഒരു പതിറ്റാണ്ടിൽ ഏറ്റവും കുറവ് IPO ലിസ്റ്റിംഗ് ആക്ടിവിറ്റി ആയിരുന്നു ചൈനയിൽ. അതുപോലെ തന്നെ ഇത് ഇന്ത്യക്ക് നല്ലൊരു ന്യൂസ് ആയിരിക്കും, കാരണം നമ്മൾ ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് എക്കോണമി ആയിട്ട് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കമ്പനികൾക്ക് ഇപ്പോൾ ഫണ്ട് റേസ് ചെയ്യാൻ ഏറ്റവും നല്ലൊരു വഴിയായിട്ട് IPO മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഫണ്ട് എന്ന് പറഞ്ഞാൽ അവർ ഫ്യൂച്ചർ ഗ്രോത്തിന് ആവശ്യമായിട്ടുള്ള ഫണ്ട്. ഇപ്പോൾ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിനും IPOയിലേക്ക് അവർ വരുന്നുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ 4 വർഷത്തിൽ SME IPOയിൽ മാത്രം റീറ്റെയിൽ ഇൻവെസ്റ്റ്മെന്റ് പാർട്ടിസിപ്പേഷൻ 600 ഇരട്ടിയായിട്ടാണ് കൂടിയത്. ഇപ്പോൾ സെബി, BSE അതുപോലെ NSEയുടെ ഒപ്പം SME IPO സെഗ്മെന്റ് നോംസ് ടൈറ്റൻ ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതുകൊണ്ട് മാത്രം റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിനെ പിടിച്ചു നിർത്താനായിട്ടില്ല. അപ്പോൾ കഴിഞ്ഞ 4 വർഷമായിട്ട് 600 ഇരട്ടിയിലധികം ഇൻവെസ്റ്റേഴ്സാണ് ഈ ഒരു സെഗ്മെന്റിലേക്ക് വന്നത്. അപ്പോൾ ഐഡിയൽ വേൾഡ് സിനാരിയോയിൽ പുതിയൊരു ലിസ്റ്റഡ് കമ്പനിയുടെ ഗ്രോത്തിൽ ഭാഗമാകാൻ വേണ്ടിയിട്ട് ഇൻവെസ്റ്റേഴ്സിന് ഏറ്റവും നല്ലൊരു വഴി എന്ന് പറയുന്നത് IPO തന്നെയാണ്. പക്ഷേ ഇപ്പോഴത്തെ സിനാരിയോ നമ്മൾ പറയുകയാണെങ്കിൽ IPO ഒക്കെ ഒരു ഗാംബ്ലിംഗ് പോലെ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഗ്രേ മാർക്കറ്റ് പ്രീമിയം അതുപോലെ സബ്സ്ക്രിപ്ഷൻ ലെവൽസ് നമ്മൾ ക്ലോസ് ആയിട്ട് ട്രാക്ക് ചെയ്യുമ്പോൾ നമുക്കിവിടെ ആർഗ്യൂ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്, കൂടുതൽ ആളുകളും പെട്ടെന്ന് പണം ഉണ്ടാക്കാനായിട്ട് മാത്രം നോക്കുന്ന ഒരു മാർഗ്ഗമായിട്ട് ഇപ്പോൾ IPO ഒക്കെ മാറിക്കോണ്. അപ്പം ആളുകളിവിടെ പണം ഉണ്ടാക്കുന്നില്ല എന്നല്ല ഞാൻ പറയുന്നത്. ഇപ്പോൾ നമ്മൾ നമ്പേഴ്സ് നോക്കുകയാണെങ്കിൽ മീഡിയൻ മെട്രിക്കിൽ ഹയസ്റ്റ് സബ്സ്ക്രിപ്ഷൻ ലഭിച്ച IPOs ആണ് കൂടുതൽ ലിസ്റ്റിംഗ് ഗെയിൻസ് നൽകിയിട്ടുള്ളത്. അപ്പോൾ ഡേറ്റ നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമാണ്, ഏകദേശം ഒരു 50% ഇൻഡിവിജ്വൽ ഇൻവെസ്റ്റേഴ്സും ലിസ്റ്റ് ചെയ്ത് ഒരാഴ്ചയ്ക്കുള്ള ഒരു IPO സ്റ്റോക്സ് അവർ വിൽക്കുന്നുണ്ട്. പക്ഷേ കേൾക്കുന്ന പോലെ ഈ ഒരു IPO ലിസ്റ്റിംഗ് അത്ര എളുപ്പമാണോ? അപ്പം ഇതിനെ ചുറ്റിപ്പറ്റി കുറച്ച് മിത്സ് ഒക്കെ ഉണ്ട്, അതൊക്കെ നമുക്ക് ഇന്ന് പൊളിച്ചെടുക്കാം. സോ ലെറ്റ്സ് ബിഗിൻ ടുഡേസ് വീഡിയോ. ഇപ്പം വളരെ വലിയൊരു IPO, അതായത് ഗ്രേറ്റ് IPO എന്ന് നമ്മൾ പറയുന്നത് ഫെയിൽ ആവാനുള്ള ചാൻസ് ഉണ്ട്. ഇപ്പോൾ സബ്സ്ക്രിപ്ഷൻ ലെവൽസ് എന്നത് ലിസ്റ്റിംഗ് ഡേ സക്സസിന് ഒരു ഗ്യാരണ്ടി അല്ല. അപ്പോൾ നമുക്കിവിടെ എക്സാമ്പിളിനായിട്ട് 3 IPO നമുക്ക് എടുക്കാം. ആദ്യത്തെ ഡേവിഡ്സൺസ് റീറ്റെയിൽ ലിമിറ്റഡ് ആണ്. അപ്പോൾ ഈ ഒരു IPO 121 ഇരട്ടി തവണയാണ് സബ്സ്ക്രൈബ് ആയത്. അപ്പോൾ പാസ്റ്റ് ഡേറ്റ് വെച്ച് നമ്മൾ നോക്കുമ്പോൾ ഈ ഒരു IPO വലിയ ലിസ്റ്റിംഗ് ഗെയിൻസ് തരേണ്ടതാണ്. പക്ഷേ ആക്ച്വൽ റിസൾട്ട് എന്തായിരുന്നു? 20% ലിസ്റ്റിംഗ് ഡിസ്കൗണ്ട് ആയിരുന്നു. അപ്പം ഈ ഒരു IPOയിൽ നമ്മൾ നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം ഇതാണ്, ഇവിടെ റീറ്റെയിൽ കോട്ടയായിരുന്നു ഏറ്റവും സബ്സ്ക്രൈബ് ചെയ്ത കോട്ട. 164.78 തവണ ആണ് ഇത് സബ്സ്ക്രൈബ് ചെയ്തത്. ഇനി രണ്ടാമത് ദീപക് ബിൽഡിംഗ് ആൻഡ് എഞ്ചിനീയേഴ്സ് ഇന്ത്യ ആണ്. അപ്പോൾ 41.5 ഇരട്ടി തവണയാണ് ഇത് സബ്സ്ക്രൈബ് ചെയ്തത്. അപ്പോൾ റീറ്റെയിൽ സബ്സ്ക്രിപ്ഷൻ 39.79 ഇരട്ടി തവണയായിരുന്നു. ഇവിടെ ലിസ്റ്റിംഗ് ഗെയിൻസോ -1.48%. ഇനി അടുത്ത് ഒനെക്സ് ബയോടെക് ലിമിറ്റഡ് ആണ്. ഓവറോൾ സബ്സ്ക്രിപ്ഷൻ 198 ഇരട്ടിയാണ്. റീറ്റെയിൽ സബ്സ്ക്രിപ്ഷൻ 118.26 ഇരട്ടി. അപ്പോൾ ഈ ഒരു IPOക്ക് ഒരുപാട് ഇൻട്രസ്റ്റ് വന്നതാണ്. പക്ഷേ ലിസ്റ്റിംഗ് ഗെയിൻസോ 11.39% ഡിസ്കൗണ്ട്. എനിക്കറിയാം നിങ്ങളിപ്പോൾ എന്താ ആലോചിക്കുന്നത് എന്നുള്ള കാര്യം. ഒരു ഓവർ സബ്സ്ക്രൈബ്ഡ് IPO എങ്ങനെയാണ് ഡിസ്കൗണ്ട് ലിസ്റ്റ് ചെയ്യുന്നത്? ഇതല്ലേ. അപ്പോൾ ഇവിടുത്തെ ഒരു സത്യാവസ്ഥ എന്താണെന്ന് വെച്ചാൽ, ഓവർ സബ്സ്ക്രിപ്ഷൻ ഇൻഡിക്കേഷൻ മാത്രമാണ്, അത് ഒരിക്കലും ഒരു ഗ്യാരണ്ടി അല്ല. അപ്പോൾ ഒരു IPOന്റെ ലിസ്റ്റിംഗ് ഡേ പ്രൈസ് തീരുമാനിക്കുന്നത് പ്രീ ഓപ്പൺ ട്രേഡിംഗ് സെക്ഷൻ ആണ്. അതായത് ബേസിക്കലി ഒരു IPO ലിസ്റ്റ് ചെയ്യുന്നതിന് 45 മിനിറ്റ് മുമ്പാണ്. അപ്പോൾ NSE അതുപോലെ BSE പോലത്തെ എക്സ്ചേഞ്ച് ഇൻവെസ്റ്റേഴ്സിൻ്റെ അടുത്ത് നിന്ന് ഓർഡേഴ്സ് കളക്ട് ചെയ്യും IPOന്റെ നിലവിലെ ഡിമാൻഡ് ജഡ്ജ് ചെയ്യാനായിട്ടാണ്. അപ്പോൾ നോർമലി മാർക്കറ്റ് ഓപ്പൺ ആവുന്നത് രാവിലെ 9:15. പക്ഷേ നിങ്ങൾ ലിസ്റ്റിംഗ് ഗെയിൻ അറിയുന്നത് എപ്പോഴാണ്? രാവിലെ 10 മണിക്കല്ലേ. അപ്പോൾ അതിൻ്റെ കാരണം എന്താണെന്നുള്ളത് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഇപ്പം പ്രീ ട്രേഡിംഗ് സെക്ഷനിൽ ബൈ ഓർഡേഴ്സിനേക്കാളും കൂടുതൽ സെൽ ഓർഡേഴ്സ് ആണെങ്കിൽ അത് ലിസ്റ്റിംഗ് ഡേ ഡിസ്കൗണ്ടിന് കാരണമാവും. കാരണം IPOയുടെ സെയിം പ്രൈസ് പേ ചെയ്യാനായിട്ട് ആളുകൾ ഇപ്പോൾ റെഡിയല്ല. പക്ഷേ കഴിഞ്ഞ 3-4 ദിവസം മുമ്പ് വരെ ആളുകൾ കൂടുതൽ കൊടുക്കാൻ വേണ്ടിയിട്ട് റെഡിയായിരുന്നു. അപ്പോൾ പ്രൈസിനേക്കാളും കുറവ് എന്തുകൊണ്ടാണ് കൊടുക്കുന്നത്? ഇപ്പം ലിസ്റ്റിംഗ് ഡേയിന് മുമ്പ് കമ്പനിയെ പറ്റി ഇപ്പോൾ എന്തെങ്കിലും ഒരു പ്രതീക്ഷിക്കാത്തൊരു ന്യൂസ് വന്നു, അല്ലെങ്കിൽ കമ്പനി വന്ന ഹൈപ്പ് ജസ്റ്റ് ഒരു ഹൈപ്പ് മാത്രമായിരുന്നു. അങ്ങനെയെങ്കിൽ ബൈ ഓർഡേഴ്സിനേക്കാളും കൂടുതൽ സെൽ ഓർഡേഴ്സ് എന്താണ് ഇവിടെ കൂടും. എന്നാലും മിക്ക കേസിലും ലിസ്റ്റിംഗ് ഡേ പെർഫോമൻസ് അത് ഗെയിൻ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഡിസ്കൗണ്ട് ആയിക്കോട്ടെ, അത് ലോങ് ടേമിനെ ഒരിക്കലും ബാധിക്കില്ല. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഇൻവെസ്റ്റേഴ്സിന് ഡിമാൻഡ് ആൻഡ് സപ്ലൈൻ്റെ ഒരു റിസൾട്ട് മാത്രമാണ്. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങളോട് മനസ്സിലാക്കണം. ഇപ്പോൾ നമ്മൾ ലിസ്റ്റിംഗ് ഗെയിൻസിന് വേണ്ടി മാത്രമാണ് IPO സബ്സ്ക്രൈബ് ചെയ്യുന്നതെങ്കിൽ ഈവൻ പ്രീ ട്രേഡിംഗ് സെക്ഷനിലും ഹൈ സെൽ ഓർഡേഴ്സ് നമുക്ക് കാണാം. പക്ഷേ ഇവിടുത്തെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ് എന്താണെന്ന് വെച്ചാൽ, എല്ലാവരും പ്രോഫിറ്റ് കിട്ടാനായിട്ടാണ് വിൽക്കുന്നത്. പക്ഷേ വളരെ കുറച്ച് ബയേഴ്സ് മാത്രമാണ് സെല്ലേഴ്സ് ആഗ്രഹിക്കുന്ന പ്രൈസ് പേ ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടാവുള്ളൂ. കാരണം ഇവിടെ എല്ലാവർക്കും എന്താണ് വിൽക്കണം എന്നാണല്ലോ. അപ്പോൾ ഇത് കാരണം ഒന്നെങ്കിൽ ലിക്വിഡിറ്റി കുറയും, അല്ലെങ്കിൽ ആളുകൾ ഡിസ്കൗണ്ടിൽ ഷെയർ വിൽക്കും. അപ്പോൾ ചില കേസിൽ ഇതൊരു ലിക്വിഡിറ്റി ട്രാപ്പായിട്ട് മാറാറുണ്ട്. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ വിചാരിക്കുക, നിങ്ങൾ ഷോർട്ട് ടേം ലിസ്റ്റിംഗ് ഗെയിൻസിനായിട്ട് IPOക്ക് അപ്ലൈ ചെയ്യുകയാണ്.
അപ്പോൾ ഇവിടെ നമ്മുടെ പൈസ ഒരുപാട് നാളത്തേക്ക് ഇടാൻ വേണ്ടിയിട്ട് നമ്മൾ താല്പര്യപ്പെടാത്തതുകൊണ്ട് തന്നെ നമ്മൾ ഈവൻ ഡിസ്കൗണ്ടിലാണെങ്കിലും ഷെയർ അങ്ങ് വിറ്റ് ഒഴിവാക്കണം എന്നല്ലേ നമ്മൾ വിചാരിക്കുള്ളൂ. ഇപ്പം പറയുവാണെങ്കിൽ നിങ്ങൾ ദീപക് ബിൽഡേഴ്സ് ലിമിറ്റഡിൻ്റെ IPOക്ക് അപ്ലൈ ചെയ്തു. അപ്പോൾ ഈ ഒരു IPO 40 ഇരട്ടി റീറ്റെയിൽ സബ്സ്ക്രിപ്ഷൻ ആണ് ലഭിച്ചത്. അപ്പോൾ നിങ്ങൾ ഇവിടെ അപ്ലൈ ചെയ്യും മുമ്പ് ഗ്രേ മാർക്കറ്റ് പ്രീമിയം നോക്കി ഡിമാൻഡിനെ പറ്റിയിട്ട് ഒരു ഐഡിയ കിട്ടാനായിട്ട്. അപ്പോൾ കമ്പനിയുടെ IPO 21 ഒക്ടോബറിനായിരുന്നു ഓപ്പൺ ആവേണ്ടത്. എന്നാൽ 15 ഒക്ടോബർ മുതൽ 20 ഒക്ടോബറിൻ്റെ ഇടയ്ക്ക് കമ്പനിയുടെ GMP കുതിച്ചുയർന്നു. അപ്പോൾ നിങ്ങൾ നോക്കിയപ്പോൾ GMP 11 രൂപയിൽ നിന്ന് IPOയുടെ ദിവസം 61 രൂപയായിട്ട് കൂടി. അപ്പോൾ 30% ലിസ്റ്റിംഗ് ഗെയിനാണ് ഇത് സൂചിപ്പിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ചിന്തിക്കാം, അതായത് 1 ലക്ഷം മൂല്യമുള്ള ഷെയർ ഞാനിവിടെ വാങ്ങുവാണെങ്കിൽ ഒരു ദിവസം കൊണ്ട് എനിക്ക് 30% റിട്ടേൺ കിട്ടില്ലേ? അതായത് ഒരു ദിവസം കൊണ്ട് എനിക്ക് 30,000 രൂപ റിച്ചായി അല്ലേ? അപ്പം നിങ്ങൾ എക്സൈറ്റഡ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കയ്യിലുള്ള സേവിങ്സ് എല്ലാം വെച്ചിട്ട് നിങ്ങൾ IPOക്ക് അപ്ലൈ ചെയ്യും. അപ്പോൾ IPOയുടെ സെക്കൻഡ് ഡേ വരെ കാര്യങ്ങളെല്ലാം നന്നായിട്ടാണ് പോകുന്നത്. അപ്പോൾ IPOയുടെ തേർഡ് അതുപോലെ ഫൈനൽ ഡേയിൽ ഗ്രേ മാർക്കറ്റ് പ്രീമിയം 50 രൂപയിലേക്ക് ഇടിഞ്ഞു. അതുപോലെ തന്നെ അലോട്ട്മെന്റിന് ശേഷം എന്താണ് ഇവിടെ സംഭവിച്ചത്? 32 രൂപയിലേക്ക് ഇടിഞ്ഞു. അപ്പോൾ ജസ്റ്റ് 5 ദിവസം കൊണ്ട് GMP 50% ഇടിഞ്ഞത്. അതൊരു പേടിപ്പെടുത്തുന്ന ഒരു കാര്യം തന്നെയാണ് അല്ലേ? പക്ഷേ ഇവിടെ വിചിത്രമായ കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ഇടിഞ്ഞ GMPയിൽ ഇപ്പോഴും ലിസ്റ്റിംഗ് ഗെയിൻ ഓൾമോസ്റ്റ് 16% കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മളൊന്ന് ഓവറോൾ മാർക്കറ്റായിട്ട് നമ്മൾ കമ്പയർ ആക്കി നോക്കിയിട്ടുണ്ടെങ്കിൽ ഒരു ഡീസൻറ്റ് ഇയറിൽ മാർക്കറ്റിൽ നമുക്കൊരു 14 മുതൽ 15% റിട്ടേൺ ആണ് തരുന്നത്. സോ 27 ഒക്ടോബറിന് അതായത് ലിസ്റ്റിങ്ങിന് ഒരു ദിവസം മുമ്പ് നിങ്ങൾ പോലും 16% ലിസ്റ്റിംഗ് ഗെയിന് പ്രതീക്ഷിക്കുന്നുണ്ടാവും. അതിനുശേഷമാണ് ലിസ്റ്റിംഗ് ഡേ വരുന്നത്. 28 ഒക്ടോബറിൽ 2.22% ഡിസ്കൗണ്ടിലാണ് ലിസ്റ്റ് ചെയ്തേക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഇവിടെ ലിസ്റ്റിംഗ് ഡേയിൽ വിൽക്കാമെന്ന് പ്രതീക്ഷിച്ച് മാത്രം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തവരാണെങ്കിൽ ഇത് അവർക്ക് വലിയൊരു ഷോക്കായിരിക്കും. നിങ്ങൾ ഇവിടെ ഒരു കാര്യം നോട്ട് ചെയ്യണം. ഇത് കമ്പനിയുടെ ഫണ്ടമെന്റൽസോ അല്ലെങ്കിൽ ഗ്രോത്ത് പൊട്ടൻഷ്യൽ വെച്ചിട്ടൊന്നുമല്ല. ഇത് ഡിമാൻഡ് അതുപോലെ സപ്ലൈ ആശ്രയിച്ചിട്ട് മാത്രമാണ്. അപ്പോൾ ഇവിടെ ഒരുപാട് ആളുകൾ ലിസ്റ്റിംഗ് ഗെയിൻ പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെ സ്റ്റോക്ക് വീണ്ടും ഇടിഞ്ഞു. അതായത് ഇഷ്യൂ പ്രൈസിനേക്കാളും 21% ഇടിഞ്ഞു. അപ്പോൾ എന്ത് വിലയാണ് കിട്ടുന്നത് ആ വിലയ്ക്ക് ആളുകൾ വിറ്റ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നോക്കി. ഇപ്പം എല്ലാ IPOന്റെ കേസിൽ ഇങ്ങനെയാണ് സംഭവിക്കുന്നത് എന്നല്ല നമ്മളിവിടെ പറഞ്ഞ്. ഇതൊക്കെ ചില സ്പെസിഫിക് കേസാണ്. പക്ഷെ നമുക്ക് പറയാൻ പറ്റില്ല എപ്പോഴാണ് നമ്മൾ ഇങ്ങനെ ഒരു കേസ് പെട്ടു പോകുന്നതെന്നുള്ളത്. അപ്പോൾ നിങ്ങളിപ്പോൾ GMPയുടെ ബേസിൽ അതുപോലെ ലിസ്റ്റിംഗ് ഗെയിൻ്റെ ബേസിൽ മാത്രമാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ ഒരു ദിവസം കൊണ്ട് നിങ്ങൾ പണക്കാരനാവും എന്നുള്ളത് നിങ്ങൾ ആരെക്കാളും ഇവിടെ നിങ്ങൾക്ക് കോൺഫിഡൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അതുപോലെ തന്നെ ഇപ്പോൾ പറയുവാണെങ്കിൽ നിങ്ങളിപ്പോൾ വലിയ ലിസ്റ്റിംഗ് ഗെയിൻ നോക്കിയാണ് ഒരു ഓവർ സബ്സ്ക്രൈബ് IPO നിങ്ങൾ ഭാഗ്യം കൊണ്ട് കണ്ടുപിടിച്ചു. അപ്പോൾ ഇവിടെയും നമുക്ക് പ്രശ്നമുണ്ട്. ഈ ഒരു IPOയിൽ ഒരു അലോട്ട്മെൻറ്റ് കിട്ടണമെങ്കിൽ വീണ്ടും നിങ്ങൾക്ക് ഭാഗ്യം വേണം. അപ്പോൾ ഇതുപോലൊരു ഓവർ സബ്സ്ക്രൈബ്ഡ് ആയിട്ടുള്ള IPOന്ന് അലോട്ട്മെൻറ്റ് കിട്ടാനുള്ള ചാൻസ് കുറവാണ്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് IPOയുടെ ഒരു ലോട്ട് കിട്ടിയാൽ തന്നെ ഇൻവെസ്റ്റ്മെൻറ്റ് എമൗണ്ട് വരുന്ന ഒരു 15,000 രൂപയായിരിക്കും. അതായത് ഒരു ലോട്ട് വാങ്ങാൻ ഒരു 15,000 രൂപയൊക്കെ ആവും. ഇനി നമുക്കിവിടെ ഒരു 50% ലിസ്റ്റിംഗ് ഗെയിനൊക്കെ കിട്ടിയാൽ തന്നെ നമുക്ക് 7,500 രൂപയായിരിക്കും കിട്ടുന്നത്. അപ്പോൾ 7,500 രൂപ നമ്മൾ ഇത്രയും അധികം റിസ്ക്കും ലക്കൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇതൊരു ചെറിയ എമൗണ്ട് ആണ്. ഇനി IPO അലോട്ട്മെൻറ്റ് നടക്കുന്നത് ഒരു ലിറ്ററൽ ലോട്ടറി സിസ്റ്റം വഴിയാണ്. അപ്പോൾ ഇവിടെ സബ്സ്ക്രിപ്ഷൻ കൂട്ടിയിട്ടുണ്ടെങ്കിൽ IPO കിട്ടാനുള്ള ചാൻസും കുറയും. അപ്പോൾ ഈ ലോട്ടറി സിസ്റ്റം കമ്പ്യൂട്ടറിലാണ് നടക്കുന്നത്. അപ്പോൾ ഹ്യൂമൻ എറർ കുറയ്ക്കാനായിട്ട്. പക്ഷേ എന്നാലും ഇത് ലോട്ടറി തന്നെയാണ്. ഇപ്പം സെബിയുടെ ഒരു സ്റ്റഡി പ്രകാരം 2021 ഏപ്രിൽ മുതൽ 2023 ഡിസംബർ വരെ, അതായത് അറൗണ്ട് 2.5 വർഷത്തിൽ ഒരു റീറ്റെയിൽ ഇൻവെസ്റ്ററിന് ആവറേജ് 3 അലോട്ട്മെന്റ് ആണ് ലഭിച്ചിട്ടുള്ളത്. ഏകദേശം 90 ലക്ഷം ആളുകൾ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് ആയിട്ട് പോലും. അപ്പോൾ ഇത് നമ്മൾ ക്വാളിഫൈഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ബയേഴ്സ് ആയിട്ടൊന്ന് കമ്പയർ ചെയ്യുകയാണെങ്കിൽ അവർക്ക് ഓൺ ആൻ ആവറേജ് 8.8 അലോട്ട്മെന്റ്സ് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിന്റെ പുറകിലൊരു മെയിൻ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മിക്ക IPOയിലും റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് കോട്ട ക്വാളിഫൈഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ബയേഴ്സ് അതുപോലെ ആങ്കർ ഇൻവെസ്റ്റേഴ്സ് രണ്ടും കൂടി കൂട്ടിയിട്ടുള്ളതിനേക്കാളും കുറവാണ്. ഇനിയിപ്പം ഒരു ലോസ് മേക്കിംഗ് കമ്പനിയിൽ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിന് പോർഷൻ വീണ്ടും കുറയും. അപ്പോൾ ഇതിൽ വരുന്ന ഒരുപാട് പുതിയ ടെക് കമ്പനികളൊക്കെയാണ് ഇതിൽ വരുന്നത്. അപ്പോൾ ഇവരുടെ കേസിൽ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിന് IPO ഷെയറിന് 10%-ലധികം കിട്ടില്ല. അപ്പോൾ ഈ ഒരു റെസ്ട്രിക്ഷൻ സെബി നിർബന്ധമാക്കിയതാണ്. കാരണം റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് അനാവശ്യമായിട്ട് റിസ്ക് എടുക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്തത്. സോ നിങ്ങൾക്ക് കാര്യം എന്താണെന്നുള്ളത് മനസ്സിലായിട്ടുണ്ടെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഒരു ദിവസം കൊണ്ട് വലിയ റിട്ടേൺ കിട്ടുമോ ഇല്ലയോ എന്നൊക്കെ തീരുമാനിക്കാനായിട്ട് ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. ഇനിയിപ്പം വേറൊരു സൈഡും കൂടി ഉണ്ട്. അതായത് തുടക്കത്തിൽ വലിയ അറ്റൻഷൻ ലഭിക്കാത്ത IPOs ഉണ്ട്. അപ്പോൾ സജിലിറ്റി ഇന്ത്യ ലിമിറ്റഡ് നോക്കുക. അപ്പോൾ 3.2 ഇരട്ടി തവണയാണ് സബ്സ്ക്രൈബ് ചെയ്ത്. റീറ്റെയിൽ സബ്സ്ക്രിപ്ഷൻ 4.2 ഇരട്ടിയായിരുന്നു. IPO 3.2% പ്രീമിയത്തിലാണ് ലിസ്റ്റ് ചെയ്തത്. പക്ഷേ ലിസ്റ്റിംഗിന് ശേഷം നിങ്ങൾ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ അറൗണ്ട് ഒരു 3 മാസത്തിൽ 60%-ലധികം റിട്ടേൺസ് നൽകിയിട്ടുണ്ട്. ഇനി അടുത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ സായി ലൈഫ് സയൻസ് നോക്കിയിട്ടുണ്ടെങ്കിൽ 10.3 ഇരട്ടി തവണ സബ്സ്ക്രൈബ് ചെയ്തു. റീറ്റെയിൽ സബ്സ്ക്രിപ്ഷൻ 1.4 ഇരട്ടിയാണ്. പക്ഷേ ലിസ്റ്റിംഗ് ഗെയിന് 20%. ഇനിയിപ്പോൾ അടുത്ത കമ്പനി മാൻകൈൻഡ് ഫാർമയാണ്. 15.3 ഇരട്ടിയാണ് സബ്സ്ക്രൈബ് ചെയ്തത്. അപ്പോൾ അവരുടെ റീറ്റെയിൽ കോട്ട ഫുൾ ഫിൽ ആയിട്ടില്ലായിരുന്നു. 20.37% ലിസ്റ്റിംഗ് ഗെയിൻസ് ആണ് IPO നൽകിയത്. അതുപോലെ തന്നെ ഇപ്പോൾ ഇഷ്യൂ പ്രൈസിനേക്കാളും 122%-ലധികം അത് കൂടി. ഇപ്പം നിങ്ങൾക്ക് ഇവിടുത്തെ കാര്യം എന്താണെന്ന് മനസ്സിലായെന്നാണ് വിചാരിക്കുന്നത്.
അപ്പോൾ IPO ഒരിക്കലും ഒരു ലോട്ടറി അല്ല, നമ്മളതൊരിക്കലും ലോട്ടറി ആയിട്ട് കണക്കാക്കരുത്. അപ്പോൾ പല IPOയും വലിയ ഹൈപ്പോടെയാണ് വരുന്നത്. അപ്പോൾ ഇഷ്യൂ സൈസിലെ ഏറ്റവും വലിയ കുറച്ച് IPOസിൻ്റെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ LIC, പേടിഎം, കോൾ ഇന്ത്യ, റിലയൻസ് പവർ, ജനറൽ ഇൻഷുറൻസ്, ONGC, അതുപോലെ SBI കാർഡ്സ് ഒക്കെയാണ്. അപ്പോൾ ഇതിൽ ONGC ഒഴിച്ച് ബാക്കിയൊന്നും വലിയ റിട്ടേൺസ് ഒന്നും നമുക്ക് നൽകാൻ വേണ്ടിയിട്ട് കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ലോങ് ടേമിൽ ഈവൻ അവർ നിഫ്റ്റി 50 പോലും അവർക്ക് മറികടക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. അതായത് ഒരു സിമ്പിൾ ഇൻഡെക്സ് ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് നമുക്ക് കിട്ടുന്നത് പോലും ഇവിടെ നമുക്ക് കിട്ടിയിട്ടില്ല. അപ്പം നമ്മളിവിടെ പറയുന്നത് എല്ലാ IPO മോശമാണെന്നല്ല. അപ്പോൾ കമ്പനികൾക്ക് പണം റേസ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്ന ഏറ്റവും നല്ലൊരു വഴി തന്നെയാണ് IPO. അതുപോലെ തന്നെ പുതിയ ലിസ്റ്റ് ചെയ്യപ്പെട്ട കമ്പനികളുടെ ഗ്രോത്തിന് ഭാഗമാകാൻ വേണ്ടിയിട്ട് റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിന് IPOയിലൂടെ സാധിക്കും. അപ്പോൾ ഈ ഒരു പ്രോസസ്സ് നമ്മൾ കൂടുതൽ പറയാൻ വേണ്ടി നോക്കുകയാണെങ്കിൽ അത് അത്രയും കോംപ്ലിക്കേറ്റഡ് ആവും. ഇനി ഇവിടെ വേറൊരു ഇൻട്രസ്റ്റിംഗ് ഡാറ്റ പോയിന്റ് ഉണ്ട്. 48% IPO ഇൻവെസ്റ്റേഴ്സും അല്ലെങ്കിൽ അറൌണ്ട് 46 ലക്ഷം ഇൻവെസ്റ്റേഴ്സും പാൻഡമിക്കിന് ശേഷമാണ് ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്തേക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരുപാട് പുതിയ ഇൻവെസ്റ്റേഴ്സ് കുറച്ച് IPOs ഒക്കെ എടുത്തിട്ട് നല്ല ലിസ്റ്റിംഗ് ഗെയിൻസ് ഒക്കെ കിട്ടിയിട്ടുണ്ടാവും. എന്നിട്ട് കിട്ടിയ കാര്യമൊക്കെ അവരവരുടെ ഫ്രണ്ട്സിനോടൊക്കെ പറയും. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ അവർ ഇതിലേക്ക് എടുത്ത് ചാടാൻ വേണ്ടിയിട്ട് നോക്കും. അപ്പോൾ IPO ഒക്കെ ഒരുപാട് റിസ്ക് ഉള്ളതാണ്. ലിസ്റ്റിംഗ് ഗെയിൻസ് ഒക്കെ കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആളുകൾ അത് സോഷ്യൽ മീഡിയയിലേക്ക് ഇട്ട് അങ്ങ് പെരുപ്പിക്കും. പക്ഷേ നമ്മൾ ഒരിക്കലും IPOയിൽ പണം നഷ്ടപ്പെട്ടവരെ പറ്റിയിട്ട് നമ്മൾ കേട്ടിട്ടില്ല. കാരണം എന്താണ്, പൈസ പോയി എന്ന് പറയാൻ വേണ്ടിയിട്ട് ഇവിടെ ആർക്കും താല്പര്യം കാണില്ല. അതുപോലെ തന്നെ കോവിഡിന് ശേഷം നമ്മൾ ഇന്ത്യൻ മാർക്കറ്റിൽ ഒരു ഫുൾ ബ്ലോൺ ബെയർ മാർക്കറ്റ് നമ്മളിവിടെ കണ്ടിട്ടില്ല. അപ്പോൾ വളരെ വലിയ പെർഫോമൻസ് കാണിച്ച IPOs പോലും സക്സസ് ആയത് ഒരു വലിയ ക്രാഷിന് ശേഷം മാർക്കറ്റ് ബൂം ആയതുകൊണ്ടാണ്. അപ്പോൾ കഴിഞ്ഞ 3 വർഷമായിട്ട് മ്യൂസിക് നല്ല രീതിയിൽ അങ്ങ് പാടുന്നുണ്ട്, നല്ല സുഖമുണ്ട് കേൾക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ നമുക്ക് അറിയില്ല ഈ മ്യൂസിക് എപ്പോഴാണ് നിൽക്കുന്നത് അല്ലെങ്കിൽ പോസ് ആവുന്നു എന്നുള്ള കാര്യമൊന്നും. അപ്പോൾ നിങ്ങളിപ്പോൾ ആരെങ്കിലൊക്കെ ഇങ്ങനെ വിചാരിക്കുന്നുണ്ടോ പെട്ടെന്ന് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുന്ന വഴിയാണ് IPO എന്ന്? അങ്ങനെയെങ്കിൽ ചിലപ്പോൾ ഇതിൻ്റെ ഓപ്പോസിറ്റ് സംഭവിക്കാം. അതുപോലെ തന്നെ ഇൻഫോർമേഷൻ ഗ്യാപ്പ് ഉണ്ട് ഇവിടെ. ഇപ്പോൾ ഒരു കമ്പനി പബ്ലിക് ആകുമ്പോൾ ആ ഒരു കമ്പനിയെ നമുക്ക് ജഡ്ജ് ചെയ്യാൻ മാത്രമുള്ള ഇൻഫോർമേഷൻ ഒന്നും റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ കയ്യിൽ ഉണ്ടാവില്ല. അതുപോലെ തന്നെ കമ്പനിയുടെ ഗ്രോത്ത് പൊട്ടൻഷ്യൽ പറ്റിയിട്ട് നമുക്ക് അധികം വിവരമൊന്നും നമുക്ക് ഇവിടെ ഉണ്ടാവില്ല. ഇപ്പം സെബിയുടെ ഒരു സ്റ്റഡി പ്രകാരം IPOയുടെ ടോട്ടൽ ഇഷ്യൂ പ്രൈസിൻ്റെ 65% ഓഫർ ഫോർ സെയിൽ ആയിരുന്നു. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താണ്? കമ്പനിയിലെ നിലവിലെ ഷെയർ ഹോൾഡേഴ്സ് IPOയുടെ സമയത്ത് അവർ ഷെയർസ് വിറ്റു. അപ്പോൾ ആരെക്കാളും കൂടുതൽ കമ്പനിയെ പറ്റി കൂടുതൽ അറിയുന്നത് ഇൻവെസ്റ്റേഴ്സ് തന്നെയായിരിക്കും. കാരണം എന്താണ്, കമ്പനി ഇതുവരെ പ്രൈവറ്റ്ലി ഓൺഡ് ആണ്. ഇപ്പോൾ ഒരു കമ്പനി IPOയിൽ ഓഫർ ഫോർ സെയിൽ വളരെ കൂടുതലുണ്ടെങ്കിൽ, അതായത് ഇഷ്യൂ സൈസിൻ്റെ 70% കൂടുതലുണ്ടെങ്കിൽ അത് പറയുന്നത് IPOയിൽ നിന്ന് കിട്ടുന്ന പൈസയിൽ 30% മാത്രമാണ് കമ്പനിയുടെ ഫ്യൂച്ചർ ഗ്രോത്തിലേക്ക് പോകുന്നതെന്നാണ്. ഇപ്പം ഓഫർ ഫോർ സെയിൽ ആരാണ് ഷെയർ വിൽക്കുന്നതെന്ന് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതിപ്പം കമ്പനിയുടെ പ്രൊമോട്ടർ ആണോ, അത് വെഞ്ചർ ക്യാപിറ്റലിസ്റ്റ് ആണോ, അല്ലെങ്കിൽ ഏഞ്ചൽ ഇൻവെസ്റ്റേഴ്സ് ആണോ എന്നുള്ളത് നമ്മളിവിടെ നോക്കണം. ഇപ്പം നിലവിലുള്ള ഇൻവെസ്റ്റേഴ്സ് ഇൻക്ലൂഡിംഗ് വെഞ്ചർ ക്യാപിറ്റൽ ഫേംസ് അവർ ചില ഷെയർ ഹോൾഡിംഗ്സ് ലിക്വിഡേറ്റ് ചെയ്യാം. കാരണം എല്ലാവർക്കും ഒരു പോയിന്റ് എത്തുമ്പോൾ ക്യാഷിൻ്റെയൊക്കെ ആവശ്യം വരാം. ഇപ്പം ഓഫർ ഫോർ സെയിൽ കമ്പോണന്റിൽ കൂടുതലാണെങ്കിൽ അത് ചില കേസിലൊക്കെ റെഡ് ഫ്ലാഗ് ആയിട്ട് മാറാം. ഇപ്പം കമ്പനിയുടെ നിലവിലുള്ള ഇൻവെസ്റ്റേഴ്സും അവർ ഫ്യൂച്ചർ പൊട്ടൻഷ്യൽ വിശ്വാസം ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ അവരുടെ ഉദ്ദേശങ്ങൾ വേറെ എന്തെങ്കിലും ആയിരിക്കും എന്ന് നമുക്കിവിടെ സംശയം വരും. ഈവൻ 30% ഫ്രഷ് ഇഷ്യൂവിൽ നിന്ന് കമ്പനി അവിടെ നിലവിലുള്ള ലോണ് തിരിച്ചടയ്ക്കാം. അപ്പോൾ ഇതിൻ്റെ അർത്ഥം ഫ്യൂച്ചർ ഗ്രോത്തിനായിട്ട് കുറച്ച് ഇൻവെസ്റ്റ്മെൻറ്റേ ഉള്ളൂ എന്നാണ്. അപ്പോൾ ഇത് സ്റ്റോക്കിൻ്റെ പെർഫോമൻസ് മോശമാവാൻ വേണ്ടിയിട്ട് കാരണമാവും. അപ്പോൾ ചില ലോങ് ടേം ഇൻവെസ്റ്റേഴ്സ് IPO ലിസ്റ്റ് ചെയ്യുന്നതിന് കാത്തിരിക്കാം. അതായത് കുറഞ്ഞത് അടുത്തൊരു ക്വാർട്ടർലി റിസൾട്ട്സ് അല്ലെങ്കിൽ ആനുവൽ റിസൾട്ട്സ് വരെയൊക്കെ അവർ കാത്തിരിക്കും. കാരണം ടൈം കഴിയും തോറും കമ്പനിനെ പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾ നമുക്ക് കിട്ടും. അതുപോലെ തന്നെ പല വിവരങ്ങളും പബ്ലിക് ആവും. അപ്പോൾ ഈവൻ നിങ്ങളിപ്പോൾ IPOയുടെ സമയത്ത് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചാലും ജസ്റ്റ് ഗ്രേ മാർക്കറ്റ് പ്രീമിയം അല്ലെങ്കിൽ സബ്സ്ക്രിപ്ഷൻ ലെവൽസ് അല്ലാതെ കമ്പനിയുടെ ബിസിനസ്, ഫൈനാൻഷ്യൽസ്, അതുപോലെ വാല്യൂഷൻ ഒക്കെ നോക്കേണ്ടത് എപ്പോഴും നല്ലത് തന്നെയായിരിക്കും. അപ്പോൾ ഒറ്റയടിക്ക് നമ്മൾ ഭാഗ്യം കൊണ്ട് കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ വോളറ്റൈൽ നമ്പേഴ്സ് നോക്കുന്നില്ലും ലോങ് ടേമിലേക്കാണെങ്കിൽ അത് നമുക്ക് സ്ട്രെസ് ഫ്രീ ആയിട്ടായിരിക്കും ഇവിടെ ഉണ്ടാവുക. സോ ഇതായിരുന്നു നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിച്ച ടോപ്പിക്ക്. അപ്പോൾ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. സോ നിങ്ങളിപ്പോൾ IPO ഇൻവെസ്റ്റ് ചെയ്യുന്ന രീതിയിൽ ഇനി മാറ്റം വരുത്തുമോ? അത് നമ്മളോട് കമൻസിൽ നിങ്ങൾ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. അതുവരെ ടേക്ക് കെയർ, ഹാപ്പി ഇൻവെസ്റ്റിംഗ് ആൻഡ് ബൈ ഫ്രം റിൻസി. Investment in securities market are subject to market risks. Read all the related documents carefully before investing. Please read the risk disclosure documents carefully before investing in equity shares, derivatives, mutual fund, and or other instruments traded on the stock exchanges.